ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ആദ്യ പകുതി കഴിയുമ്പോൾ ഒരു കാര്യം വെളിവാകുകയാണ്. ഇത് ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഏതാനും സിനിമകൾ പരാജയപ്പെട്ട നിവിൻ പോളിയിൽ നിന്ന് ഒരു സൂപ്പർ താരം, അതായത് എല്ലാ സിനിമകളും വിജയിക്കുന്ന സൂപ്പർ താരത്തിൻ്റെ ലെവലിലേക്കാണ് ജനങ്ങൾ പിന്തുണ നൽകുമ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ജനങ്ങൾക്ക് നൽകുന്ന മറുപടിയും അത് തന്നെയാണ്. എല്ലാം കൊണ്ടും കിടുക്കൻ, ഒന്നാം തരം എന്ന് തന്നെ പറയാം. അതിനകത്തിൽ സെൻറ്റിമെൻറ്റ്സ്, കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡിജോ ജോസിൻ്റെ ഈ ഒരു പടം നല്ല ലെവലിൽ ഫസ്റ്റ് ഹാഫ് ക്ലിക്കായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി സെക്കൻഡ് ഹാഫിലേക്കുള്ള യാത്രയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് നമുക്കറിയാം. ഇത്രയും നന്നായിട്ടൊരു ഫസ്റ്റ് ഹാഫ് എടുക്കാമെങ്കിൽ ഈ സംവിധായകന് സെക്കൻഡ് ഹാഫ് എടുക്കാൻ വലിയ ഇനിയിപ്പോൾ നമ്മൾ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു മണിക്കൂറോടെ കഴിയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള, അല്ലെങ്കിൽ ചോദ്യത്തിന് മാത്രം ഉള്ള ഉത്തരം പറഞ്ഞാൽ മതി. ആ റേഞ്ചിലേക്കാണ് കാര്യങ്ങൾ. കാരണം അത്ര മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഒപ്പം നമ്മളുടെ സൂപ്പർ ശരണ്യം മികച്ച രീതിയിൽ മിന്നുന്നു. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ കോമ്പിനേഷൻസ് അതിഗംഭീരമെന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, എവിടെയാണ് വർഷങ്ങൾക്ക് ശേഷത്തിനകത്തിൽ ഈ ഒരു കോമ്പിനേഷൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായത്, അതിൻ്റെ മുകളിൽ നിൽക്കുന്നു. എല്ലാം കൊണ്ടും കിടുക്കനായിട്ട് തന്നെ ഒരു കുറ്റവും പറയാനില്ലാത്ത ഒരു അതിഗംഭീരമായിട്ടുള്ള ഫസ്റ്റ് ഹാഫ് തന്നെയാണ് സിനിമ നൽകിയിരിക്കുന്നത്. ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും 100 കോടി വളരെ സിമ്പിളായിട്ട് 10 ദിവസത്തിന് താഴെ ഈ സിനിമ നേടിയിരിക്കും. ഗംഭീരമായിട്ട് അതിമനോഹരമായിട്ട് തന്നെയാണ് സിനിമയുടെ പോക്ക്. നമ്മൾ ആദ്യം ഈ ഒരു ട്രെയിലറിൽ നിന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷനെ അതേപോലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച്, അല്ലെങ്കിൽ മനസ്സിലേക്ക് എത്തിച്ചു തരുന്ന സിനിമയായിട്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ നിൽക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനങ്ങളും മികച്ച രീതിയിലുള്ള അവതരണങ്ങളും അതേപോലെ തന്നെ ഗംഭീര BGMഉം അതേപോലെ സംവിധാനവും എല്ലാം മികച്ചു നിൽക്കുമ്പോൾ, ഒപ്പം നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം കൂടെ ആകുമ്പോൾ ഒന്നും തന്നെ പറയാനില്ല എന്നുള്ളതാണ്. എന്താണല്ലോ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. സെക്കൻഡ് ഹാഫുമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയ.